രമേശനാണോ കൊലയാളി എന്ന് സംശയിച്ചിരുന്ന സംഘം മറ്റൊരു ഞെട്ടിക്കുന്ന സത്യത്തിനു മുന്നിലെത്തി. പ്രതികാരം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇതിനിടയിൽ നഗരത്തിലെ അതിസമ്പന്നൻ യദുവംശ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടു. ഇനി കൊലയാളിയുടെ അടുത്ത ലക്ഷ്യം ആരായിരിക്കും? അപ്പോൾ സുധാകരൻ്റെ വീട്ടിൽ വരികയും ഹമീദ് സാറിൻ്റെ വീട്ടിൽ ചീട്ട് കളിക്കാൻ പോവുകയും ചെയ്ത രമേശൻ ഇതല്ല എന്ന് വരുമോ? പിന്നെയും അന്വേഷണ വഴിയിലേക്ക് തടസ്സങ്ങളാണല്ലോ വരുന്നത്. ചായക്കടയിൽ നിന്നിറങ്ങിയ മഹേന്ദ്രൻ എത്രയും പെട്ടെന്ന് തന്നെ ജീവൻ ജോസിൻ്റെയും ബാക്കിയുള്ളവരുടെയും അടുത്തേക്ക് ചെന്നു. സുധാകരനിൽ നിന്നും കിട്ടിയ വിവരം എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാം. എല്ലാവരും കൂടി സുധാകരനെ സമീപിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ്. മഹേന്ദ്രൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ജീവൻ ജോസ് പറഞ്ഞു, അവൻ പോയ കാര്യം നടന്നിട്ടില്ല. ആ വരവ് കണ്ടാലറിയാം, എന്തോ പോയ അണ്ണാനെ പോലെ. അല്ലെങ്കിലും ഒരു അന്വേഷണത്തിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം അതുപോലെ സംഭവിക്കുകയില്ലല്ലോ. തടസ്സങ്ങൾ ധാരാളമുണ്ടാകും. ആ തടസ്സങ്ങൾ തന്നെയാണ് പലപ്പോഴും അന്വേഷണത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘ അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഊർജം. തടസ്സത്തിൽ തളർന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയില്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. മഹേന്ദ്രൻ അറിഞ്ഞ കാര്യം അവരോട് പറഞ്ഞു. രഞ്ജിത്തിന് പിന്നെയും സംശയമായിരുന്നു, സുധാകരൻ നുണ പറഞ്ഞതാണോ എന്നാണ്. അത് ചോദിച്ചപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞത്, അയാളുടെ മുഖഭാവവും ശരീരഭാഷയും കൃത്യമായി ഞാൻ വിലയിരുത്തിയതാണ്. ഒരു തരത്തിലും നുണ പറയുന്നതായി എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ അയാൾ പഠിച്ച കള്ളനാണ്, അല്ലെങ്കിൽ അയാൾ നിഷ്കളങ്കനാണ്. രണ്ടാമത് പറഞ്ഞതിനാണ് സാധ്യത കൂടുതൽ. ഉറപ്പിക്കുകയൊന്നും വേണ്ട, നമുക്ക് അയാളെപ്പറ്റിയും ഒരന്വേഷണം നടത്താം. അതിനായി കൂടുതൽ സമയമൊന്നും കളയണ്ട. അപ്പോൾ പിന്നെ ആ സംശയം വേണ്ടല്ലോ. എനിക്കറിയാവുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്, അതും വിശ്വസിക്കാവുന്നവർ. അവരിലൂടെ നമുക്ക് സുധാകരനെ പറ്റിയും ഒന്ന് അന്വേഷിച്ചേക്കാം. നമുക്ക് ബാംഗ്ലൂരിൽ പോവുകയും രമേശനെ കാണുകയും ചെയ്യേണ്ടേ? ഇപ്പോൾ ലഭിച്ച അറിവിൻ പ്രകാരം രമേശന് അതിൽ നേരിട്ട് പങ്കുള്ളതായി തോന്നുന്നില്ല. എങ്കിൽ പോലും അയാളെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലല്ലോ. അതിന് സമയമായില്ല താനും. ബാംഗ്ലൂരിൽ അന്വേഷണത്തിനായി പോകണമെങ്കിൽ മോഹനൻ സാറിനോട് പറഞ്ഞിട്ട് അതിന് വേണ്ട പേപ്പർ വർക്കെല്ലാം നടത്തണം. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്കൊരു സഹായം കർണാടക പോലീസിൽ നിന്നും വേണ്ടി വന്നാൽ അത് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുള്ള നടപടികളും നമുക്ക് ചെയ്യാം. സുധാകരൻ പറഞ്ഞതിന് പ്രകാരം അയാളോടൊപ്പം കളിക്കാൻ പോയത് രമേശനല്ല എന്ന് പാതി മനസ്സോടെയാണെങ്കിലും അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് വനത്തിൽ നിന്നും ആദിവാസി കോളനിയിലെത്തുകയും അവിടെ കുറേ നാൾ ഉണ്ടാവുകയും ചെയ്ത ഒരു രമേശനുണ്ടല്ലോ. അയാളെ ആ പ്രായത്തിൽ കണ്ടയാളായ കൊച്ചുപാല ഇപ്പോഴും വനം വകുപ്പിൻ്റെ ജോലിക്കാരനായി അവിടെയുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ആളുടെയും ഈ ആളുടെയും പടം ഒന്നു തന്നെയാണോ എന്നുറപ്പിക്കാമല്ലോ. ഒരു പേരുള്ള രണ്ടാളുകൾ എന്നേ ഇപ്പോൾ പറയാൻ കഴിയൂ. രണ്ട് രമേശന്മാരും വേറെയാണെങ്കിൽ പോലും രക്ഷപ്പെട്ടത് ചാത്തൻപറമ്പിലെ ആളാണെന്നെങ്കിലും നമുക്ക് തീർച്ചയാക്കാം. അതിനായി ഫോറസ്റ്റ് ഓഫീസിൽ വരെ ആരെങ്കിലും ഒരാൾ പോയാൽ മതി. എല്ലാവരും യാത്ര ചെയ്ത് സമയം കളയണ്ട. പല വഴിക്കും പോകാനുണ്ടാകും. പിറ്റേ ദിവസം തന്നെ ജോസ് മാത്യു
കൊച്ചുപാലയെ കാണാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകണം എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം കൽപ്പറ്റയിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് നേരിട്ടെത്തേണ്ട ആവശ്യവും വന്നേക്കാം. അതിനായി 2 പേർ പോകാമെന്ന് കണക്കുകൂട്ടി. പിന്നെ ബാക്കി വന്ന ഒരാൾ ഉമ്മച്ചനെ ഒന്നുകൂടി കാണാൻ ശ്രമിക്കണം എന്നും തീരുമാനിച്ചു. ഹമീദ് സാറിൻ്റെ കൊലപാതകം കഴിഞ്ഞതിൽ പിന്നെ പരമ്പരയായി നടക്കാറുള്ള കൊലപാതകങ്ങളൊന്നും നടന്നിട്ടില്ല. അത് അന്വേഷണത്തിൻ്റെ സ്വാധീനം മൂലമാണോ? ഇതിലുള്ള പലരുടെയും കണക്കുകൂട്ടൽ അന്വേഷണം കൃത്യമായ ദിശയിൽ പോകുന്നു എന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് മുകളിൽ നിന്നും കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ല. സമാധാനമായി അന്വേഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കണം എന്ന് എല്ലാ ദിവസവും പറയുന്നുണ്ടെന്ന് മാത്രം. പിറ്റേന്ന് തന്നെ ജോസ് മാത്യു വനം വകുപ്പിൻ്റെ ഓഫീസിൽ പോയി കൊച്ചുപാലയെ കണ്ടു. ഫോട്ടോ കണ്ടപ്പോൾ കൊച്ചുപാല പറഞ്ഞു, ഇനി കാണാനൊക്കില്ല എന്ന് വിചാരിച്ചതാണല്ലോ. ഫോട്ടോ ആയിട്ടെങ്കിലും ഒന്ന് കാണാൻ പറ്റി. കൂടുതലൊന്നും പറയാതെ തന്നെ അതാണ് പാലാനച്ഛൻ്റെ അടുത്തു നിന്നും ചികിത്സ നേടി സുഖം പ്രാപിച്ച രമേശൻ എന്ന കാര്യം ജോസ് മാത്യുവിന് ഉറപ്പായി. ചാത്തൻപറമ്പിൽ വീട്ടുകാർ കൂട്ടത്തോടെ നശിച്ചില്ലെന്നും അവരിൽ നിന്നും കൊലപാതകത്തിന് സാക്ഷിയായ ഒരാൾ രക്ഷപ്പെട്ടു എന്ന കാര്യവും ഉറപ്പായി. അവൻ എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിലും അവൻ തന്നെ ആയിരിക്കണം മിക്കവാറും ഇപ്പോൾ നടക്കുന്ന ഈ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദി. ആ നിഗമനം ശരിയായിരിക്കുമോ? നഗരത്തിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാൾ ആണ് യദുവംശ. ഷോപ്പിംഗ് മാൾ ഉടമയുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഇപ്പോൾ അതിസമ്പന്നൻ എന്ന് പറയാമെങ്കിലും ഒരു കാലഘട്ടത്തിൽ പായിക്കാട്ട് കാര്യമായ സമ്പത്തൊന്നുമില്ലാത്ത ഒരാളായിരുന്നു രാധാകൃഷ്ണൻ. അയാളുടെ വളർച്ച അവിശ്വസനീയവും ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലും ആയിരുന്നു. ഒരു ചെറിയ കടയിൽ തുടങ്ങിയതാണ് അയാളുടെ കച്ചവടം. പിന്നീടത് കുറെ കൂടി വലിയ കച്ചവടമായി. അതിനുശേഷമാണ് രാധാകൃഷ്ണൻ നഗരത്തിലേക്ക് തൻ്റെ കച്ചവട സാമ്രാജ്യം മാറ്റി സ്ഥാപിച്ചത്. അവിടെയും വളർച്ച മാത്രമായിരുന്നു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് നഗരത്തിലെ എണ്ണം പറഞ്ഞ വ്യാപാരിയായി രാധാകൃഷ്ണൻ മാറി. ഇപ്പോൾ അയാൾ അറിയപ്പെടുന്നത് യദുവംശ രാധാകൃഷ്ണൻ എന്നാണ്. രാഷ്ട്രീയ രംഗങ്ങളിലും അധികാര സ്ഥാനങ്ങളിലുമെല്ലാം അപാരമായ പിടിപാടുകളുള്ള ആളാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ. അയാളെപ്പറ്റി പല കഥകളും പായിക്കാട്ടുകാർ പറയാറുണ്ട്. അതിൻ്റെ സത്യസ്ഥിതി ഒന്നും ആരും അന്വേഷിച്ചു പോയിട്ടുമില്ല. അത് കാരണം അതൊന്നും ആർക്കും അറിയത്തുമില്ല. അയാൾക്ക് നിധി കിട്ടിയതാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. നിധി കിട്ടിയതാണെങ്കിൽ പുറത്തു പറയാൻ കഴിയില്ലല്ലോ. പുറത്തു പറഞ്ഞാൽ കിട്ടുന്നത് 3/4 ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. പേരിന് മാത്രം ഒരു വിഹിതമേ കണ്ടെത്തുന്നയാൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പുറത്ത് പറയില്ല എന്ന് പറഞ്ഞത്. നിധി കിട്ടിയത് തന്നെയാണോ എന്നറിയാൻ ഒരു മാർഗവുമില്ല. മറ്റു ചിലർ പറയുന്ന വിവരം ചാത്തൻപറമ്പിൽക്കാരുടെ സ്ഥലം വാങ്ങാൻ രാധാകൃഷ്ണനും ഉമ്മച്ചനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. അത് വാങ്ങി മറിച്ചു വിറ്റ വകയിൽ കിട്ടിയ പണം കൊണ്ടാണ് പായിക്കാട്ടെ കട തുടങ്ങിയതെന്നും ആണ്. ഏതാണ് ശരിയെന്നറിയില്ല. എല്ലാം വെറുതെ നിഗമനം മാത്രമായിരിക്കുമോ? ഇപ്പോൾ രാധാകൃഷ്ണൻ പായിക്കാട്ടേക്ക് വരാറേയില്ല. താമസവും നഗരത്തിൽ തന്നെയാണ്. ഷോപ്പിംഗ് മാളിന് അടുത്ത് തന്നെയുള്ള വിശാലമായ ഒരു ഭവനമാണ് യദു നിവാസ്. വീടെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, കൊട്ടാരം എന്ന് തന്നെ പറയണം. നഗരത്തിലെ തന്നെ ഭവനങ്ങളിൽ ഏറ്റവും വലുതാണ് രാധാകൃഷ്ണൻ്റെ വീട്.
തൻ്റെ വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം ഏകപുത്രനായ യദുവിൻ്റെ പേരിനോട് ചേർത്താണ് പേരിട്ടിരിക്കുന്നത്. ഒരേ ഒരു മകനല്ലേ ഉള്ളൂ. അവനാണല്ലോ എല്ലാത്തിൻ്റെയും അവകാശി. അതുകൊണ്ട് പ്രസ്ഥാനങ്ങളുടെ പേരും അവൻ്റെ പേരും ഒന്നു തന്നെ ആകട്ടെ എന്ന് രാധാകൃഷ്ണൻ വിചാരിച്ചിട്ടുണ്ടാകും. ഷോപ്പിംഗ് മാളിന് പുറമെ നഗരത്തിൽ നിന്നും കുറേ അകലെയായി കതിർ മണ്ഡപം എന്ന സ്ഥലത്ത് 100 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റും രാധാകൃഷ്ണൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ രാധാകൃഷ്ണൻ വളരെ വിരളമായിട്ടേ പോകാറുള്ളൂ. മിക്കവാറും അവിടേക്ക് പോകാറുള്ളതും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാറുള്ളതും യദുവാണ്. കൽപ്പറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ജീവൻ. അതിനിടയിൽ എങ്ങനെയോ അയാളുടെ ഫോൺ സൈലൻ്റ് മോഡിലേക്ക് വീണുപോയി. ഒരിക്കലും അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി ചിന്തിക്കില്ലല്ലോ. എന്നാൽ കുറേ സമയമായിട്ടും ആരിൽ നിന്നും വിളികളൊന്നും വരാത്തതുകൊണ്ട് നോക്കിയപ്പോഴാണ് അക്കിടി മനസ്സിലായത്. അത് മാറ്റിയപ്പോഴേക്കും മോഹനൻ സാറിൻ്റെ മാത്രം 4 മിസ്ഡ് കോളുകൾ. എന്തോ സംഭവം കാര്യമായതുണ്ടല്ലോ. ഇനി കൊലയാളി അടുത്തയാളിൻ്റെ നേരെ തിരിഞ്ഞു കാണുമോ? ഷോപ്പിംഗ് മാളിൻ്റെ ഉടമ രാധാകൃഷ്ണൻ കതിർ മണ്ഡപത്തിലെ എസ്റ്റേറ്റ് ബിൽഡിങ്ങിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വിവരം ജീവൻ ജോസ് അറിഞ്ഞത് മോഹനൻ സാറിനെ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ്. അല്പം മുമ്പ് വിചാരിച്ചതേ ഉള്ളൂ, അന്വേഷണം ശരിയായ ദിശയിലായതുകൊണ്ട് കൊലയാളി പിൻവാങ്ങിയതായിരിക്കാം എന്ന്. പക്ഷേ അങ്ങനെയൊരു പിന്മാറ്റമില്ല എന്നാണല്ലോ ഇപ്പോൾ നടന്ന സംഭവം വെളിവാക്കുന്നത്. സംഭവത്തിൻ്റെ വിശദാംശങ്ങളെപ്പറ്റിയൊന്നും അറിയില്ലെങ്കിലും അല്പം ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ് ഈ സംഭവം. ഇനി ഈ സംഭവത്തിൻ്റെ വകയിൽ ഉണ്ടാകാൻ പോകുന്ന കോലാഹലങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രത്യേക അന്വേഷണ സംഘം തന്നെ പിരിച്ചുവിടപ്പെടുമോ? രാധാകൃഷ്ണൻ്റേത് ഒറ്റപ്പെട്ട ഒരു കൊലപാതകമാണോ? അതോ നേരത്തെ തുടങ്ങിയ പരമ്പരയുടെ അടുത്ത അധ്യായമോ? ചാത്തൻപറമ്പുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇനിയും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലല്ലോ. അടുത്ത ഭാഗത്തിൽ ജീവൻ എത്തിപ്പെടുന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യത്തിൻ്റെ മുന്നിലേക്കാണ്. അടുത്ത ഭാഗം മറക്കാതെ കേൾക്കണേ. രാധാകൃഷ്ണൻ്റെ കൊലയ്ക്ക് പിന്നിൽ പ്രതികാരമോ പുതിയ ശത്രുവോ? നിങ്ങളുടെ തിയറി കമൻ്റ് ചെയ്യൂ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരാമേ. അതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.